ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും ലിറ്റിൽ ഗ്രിസൽസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് തുളസി. അപ്പോൾ ഇന്ന് ഞാനൊരു ഉഗ്രൻ ഹെയർ മാസ്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ വാൾനട്ടിൻ്റെ ഹെയർ മാസ്കാണ്. വാൾനട്ട് ഞാൻ 1-2 ഹെയർ മാസ്കുകളിൽ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ വാൾനട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സൂപ്പർ നട്ടാണ്. അപ്പോൾ ഇത് കഴിച്ചാലും നമ്മുടെ മുടി നന്നായിട്ട് വളരും. അത് മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഹെയർ മാസ്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ 1-2 വാൾനട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വാൾനട്ട് കൂടാതെ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് കടുകെണ്ണയും അതുപോലെ തൈരുമാണ്. അപ്പോൾ ഈ കടുകെണ്ണയും തൈരും എന്ന് പറയുന്നതും നമ്മുടെ മുടി കൊഴിച്ചിൽ തടഞ്ഞ് മുടി നന്നായിട്ട് വളരാനും താരൻ പോവാനൊക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഈ ഹെയർ മാസ്ക് നിങ്ങളുടെ കയ്യിൽ വാൾനട്ട് കിട്ടുമ്പോൾ എന്തായാലും ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. 15 മുതൽ 20 വരെ വാൾനട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 15 വാൾനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കുതിർത്തെടുക്കണം. അപ്പോൾ ആവശ്യമുള്ള വാൾനട്ട് ഒരു ബൗളിലെടുത്തിട്ട് അത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പേസ്റ്റ് ആക്കാൻ സാധിക്കും. അപ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റ് കിട്ടും. പിന്നെ തൈര് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആവാനും താരം പോവാനും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ സഹായിക്കും. അപ്പോൾ തൈര് ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കടുകെണ്ണ എന്ന് പറയുന്നത് താരൻ പോവാൻ സഹായിക്കും. പിന്നെ നന്നായിട്ട് മുടി തഴച്ചു വളരും. അപ്പോൾ ഈ കടുകെണ്ണ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഏകദേശം എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരും കടുകെണ്ണയും ഈക്വൽ എമൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ 3 ഇൻഗ്രീഡിയൻറ്റും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല തിക്ക് പേസ്റ്റാക്കി അരച്ചെടുക്കണം. നമ്മൾ ഏത് ഹെയർ മാസ്കോ ഹെയർ പാക്കോ ഇടുമ്പോഴും ഷാമ്പു ഉപയോഗിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഉപയോഗിക്കാം. ആ ഡേ, അതായത് നമ്മളിത് തലയിൽ തേക്കുന്ന ദിവസം ഒരിക്കലും ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ചെറുപയറോ താളിയോ എന്തെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. കണ്ടില്ലേ, നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ തലയിൽ നന്നായിട്ട് എണ്ണ പുരട്ടി മസാജ് ചെയ്യാം. നിർബന്ധമില്ല, കാരണം അതിൽ കടുകെണ്ണ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് തലയോട്ടിയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. എന്നിട്ട് 1/2 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. മുടി പെട്ടെന്ന് വളരാനുള്ള ഒരു ഹെയർ മാസ്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.